ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് AECൻ്റെ സെക്കൻഡ് മോഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ദ സോൾജിയർ എന്ന് പറയുന്ന പോയം. സോ ദി സോൾജിയർ എന്ന് പറയുന്ന ഈ പോയം എഴുതിയിരിക്കുന്നത് റൂപ്പർട്ട് ബ്രൂക്ക് ആണ്. അപ്പോൾ ആരാണ് റൂപ്പർട്ട് ബ്രൂക്ക് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. സോ റൂപ്പർട്ട് ബ്രൂക്ക് ജനിച്ചത് 1887 അദ്ദേഹം ജനിച്ചത്. അതേപോലെ 1915 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അപ്പോൾ റൂപ്പർട്ട് ബ്രൂക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വിച്ച് മീൻസ് അദ്ദേഹത്തിൻ്റെ എല്ലാ പോയംസും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹം കുറേയധികം വാർ സോനറ്റ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ആദ്യത്തെ വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം കുറേയധികം വാർ സോനറ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ ഇദ്ദേഹം ഇംഗ്ലീഷ് പോയട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയറ്റായിട്ട് ഇദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. സോ ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് വേൾഡ് വാർ അദ്ദേഹം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കവിത അതാണ് ദ സോൾജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ദ സോൾജിയർ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സോൾജിയർ ആൻഡ് ഹിസ് ഹോംലാൻഡ്. ഒരു ഹോംലാൻഡ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടാണ്. അതേപോലെ തന്നെ ആ ഒരു സോൾജിയറിൻ്റെയും ഹോംലാൻഡിനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചിട്ട് പറയുന്ന ഒരു പോയമാണ് ദ സോൾജിയർ എന്ന് പറയുന്നത്. സോ ഇവിടെ കുറച്ച് കീ വേർഡ്സ് ഉണ്ട് വിച്ച് ഓൾവേസ് വാണ്ട് ടു യൂസ് ഇൻ ദ പേപ്പർ. അപ്പോൾ അതിൽ ഫസ്റ്റ് കീ വേർഡ് എന്ന് പറയുന്നത് പാട്രിയോട്ടിസം ആണ്. സോ വാട്ട് യു മീൻ ബൈ പാട്രിയോട്ടിസം? പാട്രിയോട്ടിസം എന്ന് പറയുന്നത് രാജ്യസ്നേഹത്തെക്കുറിച്ചിട്ട് പറയുന്നതാണ്. പാട്രിയോട്ടിസം എന്ന വേർഡിൻ്റെ മീനിങ് തന്നെ രാജ്യസ്നേഹം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിരുന്നു ഈ ഒരു പോയറ്റ്. അപ്പം ഇവിടെ രണ്ട് രീതിയിൽ പറയാം. അതായത് പോയറ്റ് ഇറ്റ്സെൽഫ് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്തത് ഒരു ഇംഗ്ലീഷ് സോൾജർ ആയിട്ടാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോയം അദ്ദേഹം പറയുന്നത് ഒരു എന്താ പറയുക സ്പീക്കർ ആയിട്ടാണ്. സ്പീക്കർ എന്ന് പറയുമ്പോഴത്തേക്കിനും ദ സ്പീക്കർ ഹു കണക്ട്സ് ഹിസ് ലൈഫ് ആസ് എ സോൾജിയർ. സോ അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ പോയത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലാണെങ്കിൽ എബൌട്ട് ദി ഓതർ എന്ന് പറഞ്ഞിട്ട് ദ സോൾജിയറിൻ്റെ ലാസ്റ്റ് കുറച്ച് കിടപ്പുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റൂപ്പർട്ട് ബ്രൂക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയട്രി ആണ്, ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം കുറേയധികം വാർ സോനറ്റുകളെ പറ്റിയിട്ട് ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള വാർ സോനറ്റുകളെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ പോയിക്കൊണ്ടിരുന്നത് ഏതൊക്കെ രീതിയിലായിരുന്നു? തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ വാസ് ഗോയിങ് ലൈക്ക് തീംസ് ഓഫ് ബ്യൂട്ടി, ലവ്, അഡ്മിറേഷൻ, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ഏർലി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് എന്താണ്, his works captured the patriotic fervor and romanticized the ideal of sacrifice that were prevalent at the beginning of the war. അതായത് വാർ തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് രാജ്യത്തോടുള്ളത് ഒരു പാട്രിയോട്ടിക് ഫേവർ ആണ്. വിച്ച് മീൻസ് ഒരു രാജ്യസ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ രാജ്യസ്നേഹവും അതിനോടുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടും അദ്ദേഹം അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചിട്ടുമൊക്കെ എഴുതാനാണ് പിന്നീട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് അതിനകത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ട്രാജഡിക്കൽ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ട്രാജഡിക്കൽ ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും അദ്ദേഹം ഇവിടെ പറയുന്നത് അദ്ദേഹം ഗാലിപ്പോളി ക്യാമ്പയിൻ 1915 നടക്കാനിരുന്ന ഗാലിപ്പോളി ക്യാമ്പയിനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ചിട്ട് പറയുന്നത് എന്താണ്, അദ്ദേഹം അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം ഈ ഒരു ജനറേഷനെ സിംബോളിസൈസിങ് ആയിട്ടുള്ള രീതിയിൽ ലോസ്റ്റ് ആയിട്ട് നഷ്ടമാകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മരണം ഒരു വീഴ്ചയായി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായി എന്നുള്ളതാണ് എബൌട്ട് ദി ഓതറിനെ കുറിച്ചിട്ട് നമുക്ക് അതിനകത്ത് പറയുന്നത്. ഇനി എബൌട്ട് ദി പോയം നോക്കാം. എന്താണ് പോയത്തിനകത്ത് പറയുന്നത്? ഫസ്റ്റ് വൺ ആദ്യമേ പറയുന്നത് ദി സോൾജിയർ ഈസ് എ പ്രൊഗ്നന്റ് സോണറ്റ് ബൈ റൂപ്പർട്ട് ബ്രൂക്ക്. റൂപ്പർട്ട് ബ്രൂക്കിൻ്റെ ഒരു സോണറ്റ് ആണ്. സോ പ്രൊഗ്നന്റ് സോണറ്റ് ആണ്, റിട്ടൺ ഇൻ 1914 അറ്റ് ദി ഓൺസെറ്റ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ വേൾഡ് വാർ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം എഴുതുന്നത്. അതായത് ഈ ഒരു സോണറ്റിനെ കുറിച്ചിട്ട് എഴുതുന്നത്, ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് എഴുതുന്നത്. ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് 1914
ആ ഒരു വർഷത്തിലാണ്. ദിസ് പോയം റിഫ്ലെക്ട്സ് ദി ഐഡിയലിസ്റ്റിക് പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസ്റ്റിക് fervor that characterized the early days of the war. സോ ബേസിക്കലി ഇതിനകത്ത് കുറച്ച് വേർഡ്സ് ഉണ്ട്. അതായത് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീ വേർഡ്സ് ആയിട്ട് പറയാം. കീ വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഐഡിയലിസ്റ്റിക് പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, പാട്രിയോട്ടിസം, നാഷണാലിസ്റ്റിക് ഫേവർ, സോ നേഷനുമായിട്ട് എന്തൊക്കെയോ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദി പോയം ഇറ്റ്സെൽഫ് റിഫ്ലെക്ട്സ് ദി ഐഡിയലിസ്റ്റിക് പാട്രിയോട്ടിസം ആൻഡ് നാഷണലിസ്റ്റിക് ഫേവർ ദാറ്റ് ക്യാരക്ടറൈസ് ദി ഏർലി ഡേയ്സ് ഓഫ് ദി വാർ. ആദ്യത്തെ തുടക്കത്തിലുള്ള വാറിന്റെ സമയത്തുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം തുടക്കം വിട്ടുവെക്കുന്നത്. പിന്നെ അതിനുശേഷം പറയുന്നത് എന്താണ്, ബ്രൂക്ക് സോണറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഹിസ് കളക്ഷൻ 1914 ആൻഡ് അതർ പോയംസ് ആൻഡ് ഇറ്റ് ക്യാപ്ചേഴ്സ് ദി സെന്റിമെന്റ് ഓഫ് സാക്രിഫൈസ് ഫോർ വൺസ് കൺട്രി. ഒരാള് തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അയാള് ഇത്രമാത്രം ത്യാഗം, അതായത് സാക്രിഫൈസ് എന്ന് പറയുന്നത് ത്യാഗമാണ്. ഒരു രീതിയിൽ നമ്മൾ അത് ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നതുണ്ട്, ഒരു രീതി നോക്കുമ്പോൾ അത് നമുക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഹിയർ ഇറ്റ്സെൽഫ് ദി പോയം അല്ലെങ്കിൽ ദി പോയറ്റ് കൺസിഡേർഡ് ഇറ്റ് ആസ് ഒരു സാക്രിഫൈസ് ആണ്. ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ സാക്രിഫൈസ് വെയർ ഓൾ ദി ഇമോഷൻസ് ടു ബി ദെയർ. അതായത് അഡ്മിറേഷൻ ഉണ്ട്, ലവ് ഉണ്ട്, പാട്രിയോട്ടിസം ഉണ്ട്, എല്ലാ രീതിയിലുള്ള ഒരു സാക്രിഫൈസും കൊടുത്തിട്ടുള്ള, ഒരു സെന്റിമെന്റ് ഓഫ് സാക്രിഫൈസ് കൊടുത്തിട്ടുള്ള ഒരു പോയമാണ് ഇത് സോൾജിയർ എന്ന് പറയുന്നത്. സോ റോബർട്ട് ബ്രൂക്ക് ഇറ്റ്സെൽഫ് saying that it's a sacrifice for one's country. The poem mentions the poet's death in a foreign land, asserts that his essence will eternally be part of England. സോ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന കൺട്രിയോട് അദ്ദേഹം എത്രത്തോളം പാട്രിയോട്ടിക് ആണ്, അതായത് എത്രത്തോളം അദ്ദേഹത്തിന് രാജ്യസ്നേഹം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു ഫോറിൻ ലാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോറിൻ നാടാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹോം ലാൻഡ് ആയിട്ടാണ്. സോൾജർ കൺസിഡേർഡ് ദ ഇംഗ്ലണ്ട് ആസ് ഹിസ് ഹോം ലാൻഡ്, വെദർ ദി it says that the eternal part of the England. അതായത് ഇതിനകത്ത് പറയുന്നത് സോൾജിയറും അദ്ദേഹത്തിന്റെ ആ ഒരു ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഹോംലാൻഡുമായിട്ടുള്ള റിലേഷനെ കുറിച്ചിട്ട് ടച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. So the use of rich pastoral images and the glorification for dying for one's country in a romanticized connection between the soldier's sacrifice and enduring the spirit of England. So basically ഇവിടെ അടുത്തൊരു കീവേഡ് ആണ് glorification. So what does the poet means actually from this poem? Glorification. So basically അദ്ദേഹം പറയുന്നത് പാട്രിയോട്ടിസം അദ്ദേഹത്തിനുണ്ട്, നാച്ചുറലിസ്റ്റിക് ഫെർവർ ആണ്, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു വേർഡാണ് ഗ്ലോറിഫിക്കേഷൻ. അദ്ദേഹത്തിന് നാടിനോടുള്ള, അതായത് ഈ ഒരു ഫോറിൻ ലാൻഡ് ആണ് ഇംഗ്ലണ്ട്, പക്ഷെ ഹിംസെൽഫ് ഹി കൺസിഡേർഡ് ഇറ്റ് ആസ് എ ഹോംലാൻഡ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ കൂടിയും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഗ്ലോറിഫിക്കേഷൻ പാർട്ടായിട്ട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്, ദി സോൾജർ റിമൈൻസ് എ പവർഫുൾ ടെസ്റ്റേറ്റ്മെന്റ് ടു ദ തീംസ് ഓഫ് ലോയൽറ്റി, സാക്രിഫൈസ് ആൻഡ് ദി എൻഡ്യൂറിംഗ് കണക്ഷൻ ബിറ്റ്വീൻ എ സോൾജർ ആൻഡ് ഹിസ് ഹോംലാൻഡ്. സോൾജറും അദ്ദേഹത്തിന്റെ ഹോംലാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പോയമാണ് എന്ത്, ദ സോൾജർ ബൈ റോബർട്ട് ബ്രൂക്ക്. ഇനിയും ഇതിനകത്തൊരു കുറച്ച് കീവേഡ്സ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിലിംഗിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാം. അതായത് ആദ്യത്തെ പോയത്തിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ ഫുള്ള്, അതായത് ഈ പോയം ഫുള്ള് തന്നെ കൺസിഡർ ചെയ്യുന്നത് ഒരു 14 വരികൾ വെച്ചിട്ടാണ്. അതായത് 14 സോണറ്റ് ലൈൻസ് വെച്ചിട്ടാണ് ഈ ഒരു പോയം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പോയം ഒരു ക്ലാസിക് പെട്രാർക്കിൻ സോണറ്റ് ആണ്, എ ഫോം ഓഫ് ഫേമസ് ഫോർ എക്സ്പ്രസിങ് തീംസ് ഓഫ് ലവ് ആൻഡ് അഡ്മിറേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പാട്രിയോട്ടിസം ആണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഓൺലി കൺസിഡേർഡ് ആസ് എ സാക്രിഫൈസ്, ബട്ട് ഇറ്റ്സ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ലവ് ആൻഡ് അഡ്മിറേഷൻ. ആ ഒരു 2 തീമിലും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, പോയത്തിനെ 14 വരികളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ വരി ഒക്ടേവ് എന്ന രീതിയിലും, ആദ്യത്തെ 8 വരി ഒക്ടേവ് എന്ന മെത്തേഡിലും, രണ്ടാമത്തെ 6 വരി എന്ന് പറയുന്ന രീതിയിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു 8 വരി കഴിഞ്ഞിട്ട് പിന്നെ 6 വരി, അങ്ങനെ ടോട്ടൽ 14 വരി എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ആദ്യത്തെ 8 വരിയിൽ അദ്ദേഹം എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ദി ക്ലാസിക് സോണറ്റ് ഫോം ഫ്യൂച്ചേഴ്സ് എ യുണീക് റൈം സ്കീം ആൻഡ് എ ക്ലിയർ തീം ഓഫ് ഷിഫ്റ്റ് ബിറ്റ്വീൻ 2 സെക്ഷൻസ്. 2 സെക്ഷനായിട്ട് തന്നെയാണ് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ എന്ത് റൈം സ്കീമാണ്, ഒരു യുണീക് റൈം സ്കീമാണ് പറയുന്നത്.
പിന്നെ ഒക്ടേവ് റെപ്രസെന്റ്, അതായത് ഒക്ടേവ് ആദ്യത്തെ 8 വരെ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെ കുറിച്ചിട്ടൊക്കെയാണ്? സോൾജേഴ്സ് ഡെത്ത് ആൻഡ് ഹിസ് ഡിസയർ ടു ബി റിമെമ്പേർഡ് ആസ് എ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇംഗ്ലണ്ടിന്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചതെന്നുള്ളത് ഓർക്കപ്പെടണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. സോ ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ സോൾജേഴ്സ് ഡെത്ത് ആൻഡ് ഹിസ് ഡിസയർ ടു ബി റിമെമ്പേർഡ് ആസ് എ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്. അതിനെ കുറിച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ കുറിച്ചിട്ടാണ്? ഫിസിക്കൽ ലിങ്ക് ബിറ്റ്വീൻ ദി സോൾജർ ആൻഡ് ഹിസ് ഹോം ലാൻഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇംഗ്ലണ്ട് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാൻഡ് ആണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു ഹോം ലാൻഡ് ആണ്, തൻ്റെ വീട് പോലെ തന്നെയാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഷോയിങ് ഹൗ ഹിസ് ബോഡി എൻറിച്ച് ഫോറിൻ സോയിൽ വിത്ത് ഹിസ് ഇംഗ്ലീഷ് എസൻസ്. സോ അദ്ദേഹം മറ്റൊരു രീതിയിൽ കാവ്യാത്മകമായിട്ട് പറയുന്നതാണ്, അതായത് എൻറിച്ച് ഫോറിൻ സോയിൽ വിത്ത് ഹിസ് ഇംഗ്ലീഷ് എസൻസ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് എസൻസോടൊപ്പം തന്നെ ആ ഒരു ഇംഗ്ലീഷ്, അതായത് ഫോറിൻ സോയിലും അദ്ദേഹത്തിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. ബ്രൂക്ക് യൂസസ് imagery to depict this bond, describing the soldier's body as a richer duster. അതാണ് റിച്ചർ ഡസ്റ്റർ എന്ന് പറയുന്നത്. റിച്ചർ എന്ന് പറയുന്നത്, പോയിറ്റ് ഇസ് ദ റിച്ചർ ഡസ്റ്റ് വിച്ച് വിൽ മേക്ക് ഹിസ് ഗ്രേവ് എ റിച്ച് ഡസ്റ്റ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, the remains of this soldier which were considered as a more valuable for his beautiful because of his connection to England. അദ്ദേഹത്തിന്റെ ആ ഒരു ഇംഗ്ലണ്ടുമായിട്ടുള്ള കണക്ഷനെ പറയുന്നതാണ്. അതായത് അത്രത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇംഗ്ലണ്ടിൽ പതിഞ്ഞു കിടക്കുന്ന സോയിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു റിച്ചർ ഡസ്റ്റർ ആണ്. അതാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. ആൻഡ് ബ്ലസ്ഡ് ബൈ ദി ഇംഗ്ലണ്ട് ബ്ലസ് ചെയ്തതുപോലെയാണ് അദ്ദേഹത്തിന് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അദ്ദേഹം പറയുന്നത് അതിന്റെ സ്പിരിച്വൽ വ്യൂസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു എവർലാസ്റ്റിംഗ് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടുമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എവർലാസ്റ്റിംഗ് ബോണ്ടിങ്ങിനെ കുറിച്ചിട്ടുമാണ് പിന്നെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റീസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, അദ്ദേഹത്തിന്റെ തോട്ട്സ്, ഡ്രീംസ്, എക്സ്പീരിയൻസ്, ഇതൊക്കെ തന്നെ ഇംഗ്ലണ്ട് ഷേപ്പ് ചെയ്തെടുത്തു കൊടുത്തതാണ്. സോ അതും പറയുന്നുണ്ട്. ദി These elements all live on a peaceful, perfect afterlife called an English heaven. അദ്ദേഹം ഇംഗ്ലീഷ് ഹെവൻ എന്നും പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. സോ ബേസിക്കലി ഈ ഒരു പോയത്തിനകത്ത് ആദ്യം ഒരു തുടക്കത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, പോയം തുടങ്ങുന്നത് ഇഫ് ഐ ഷുഡ് ഡൈ, ഞാൻ മരിക്കുകയാണെങ്കിൽ. ആ ഒരു ഇതെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് അത്രയും രാജ്യത്തോടുള്ള ആ ഒരു പാട്രിയോട്ടിസം അത് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം മരണക്കിടക്കയിൽ ബ്ലഡ് ഇങ്ങനെ എന്താ പറയുക വോമിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടി, അതായത് വാറില് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ടൈമിൽ കൂടിയും അദ്ദേഹം പറയുന്നുണ്ടാണ് ഇഫ് ഐ ഷുഡ് ഡൈ, ഞാൻ മരിക്കുകയാണെങ്കിൽ. അത് ഒരു രീതി നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ പാട്രിയോട്ടിസം വെയർ ദി പോയറ്റ് ഹിംസെൽഫ് തിങ്സ് ആസ് എ ഇംഗ്ലണ്ട് ആസ് ദി ഹോം ലാൻഡ്, അങ്ങനെ പറയാം. പിന്നെ ഫോറിൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് പോയിട്ട് പറയുന്നത് വെച്ചിട്ട് അദ്ദേഹത്തിന് ഫോറിൻ ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഫീൽഡ് ആയിട്ടൊന്നും അല്ല നമുക്ക് ഈ ഒരു കാര്യം ഫീൽ ചെയ്യുന്നത്. പക്ഷെ മറ്റൊരു രീതി നോക്കുകയാണെന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്? ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഹോം ലാൻഡ്. ഇംഗ്ലണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോം ലാൻഡ് പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഫോർ എവർ ഇംഗ്ലണ്ട്, അതായത് എപ്പോഴും ഇംഗ്ലണ്ടിനോട് അദ്ദേഹം എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അതാണ് ഫോർ എവർ ഇംഗ്ലണ്ട്. സോ ആസ് എ Englishman, he is buried in this piece of foreign land. That place will become a part of this England. അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറഞ്ഞ പോലെ റിച്ചർ ഡസ്റ്റർ, അതായത് അത്രത്തോളം വാല്യൂബിൾ ആണ് അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ എന്നുള്ളതാണ് പിന്നീട് അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം. പിന്നെ പറയുന്നത് ഹർ ഫ്ലവേഴ്സ് റോം. നമ്മൾ ആ പോയം വായിക്കുമ്പോൾ മനസ്സിലാവും ഹർ ഫ്ലവേഴ്സ് റോം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അതിനകത്ത്. അതായത് ഇംഗ്ലണ്ടിനകത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ ഒരു നാച്ചുറൽ എലമെന്റ്സ് എന്നുള്ള രീതിയിലാണ്, ഒരു കീവേഡാണ് നാച്ചുറൽ എലമെന്റ്സ് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഫ്ലവേഴ്സ് ആൻഡ് വാണ്ടർ ടു ഇൻ ഇറ്റ്സ് വേസ്. അദ്ദേഹം ഫ്ലവേഴ്സ് അതേപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ നാച്ചുറൽ എലമെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയത്തിനെ അദ്ദേഹത്തിന്റെ സെന്റിമെന്റ്സ് ത്രൂ കൺവേ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത്
എവിൽ ഷെഡ് എവേ, അതായത് അദ്ദേഹത്തിൻ്റെ എവിൽ തോട്ട്സിനെ പോലും അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിൽക്കുമ്പോൾ മറക്കുന്നു എന്നുള്ളതാണ്. ഒരു എറ്റേണൽ മൈൻഡ് അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. സോ ബ്രൂക്സ് പോർട്രയൽ ഓഫ് ഡെത്ത് ഈസ് എ സെറിൻ ആൻഡ് dignified, suggesting a transcendent connection between the soldier's sacrifice and the enduring spirit of England. സോ ബേസിക്കലി ഒരു എൻഡ്വയറിങ് സ്പിരിറ്റ് ആണ്, ആരോടുള്ള, ഇംഗ്ലണ്ടിനോടുള്ള ഒരു ഗ്ലോറിഫിക്കേഷനാണ്, ഒരു പാട്രിയോട്ടിസമാണ്. അതേപോലെ തന്നെ ആ ഒരു സോണറ്റ്, അതായത് ആ 14 വരികളിലൂടെ അദ്ദേഹം ഒക്ടേവ് എന്ന രൂപത്തിലും അതേപോലെ തന്നെ പിന്നീടുള്ള 6 വരികളിലും അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അദ്ദേഹം ഓർക്കപ്പെടണം എന്ന് ആഗ്രഹിച്ചതെന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. പിന്നെ ബ്രൂക്ക് എന്തിനെ കുറിച്ചിട്ടാണ് ഇംഗ്ലണ്ടിലെ പോയട്രി ചെയ്യുന്നത്? ഒരു ഫോറിൻ ലാൻഡ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഫോറിൻ ലാൻഡ് എന്നല്ല അദ്ദേഹം വിളിച്ചിരുന്നത്, അദ്ദേഹം ഒരു ഹോം ലാൻഡ് എന്നാണ് വിളിച്ചിരുന്നത്. ഹിസ് എസൻസ് വിസ് എറ്റേണലി ബി പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്, ഒരു എറ്റേണൽ പാർട്ടായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എസൻസിനെ അദ്ദേഹം മരിക്കാൻ പോകുന്ന സമയത്ത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു സ്പീക്കറിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി സാക്രിഫൈസ്? ഇറ്റ് വാസ് പീസ്ഫുൾ. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു. ജീവിതത്തിന് ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു ഷിഫ്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതായി തോന്നിയത്. എന്താണ്? ഫിസിക്കൽ ടു ദ സ്പിരിച്വൽ ഡിപ്പെൻഡ്സ് ദി പോയം എക്സ്പ്ലോറേഷൻ ഓഫ് ദി സാക്രിഫൈസ് ആൻഡ് ഇമ്മൊറാലിറ്റി. സോ ബേസിക്കലി സാക്രിഫൈസും ഇമ്മൊറാലിറ്റിയും തമ്മിലുള്ള ആ ഒരു ലിങ്കേജ്, അതായത് ഫിസിക്കൽ ടു ദ സ്പിരിച്വൽ ലിങ്കേജിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിന് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പ്രൈമറി തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഐഡിയലിസ്റ്റിക് പാട്രിയോട്ടിസം ആണ്, നാഷണലിസ്റ്റിക് ഫെർവർ ആണ്, ദാറ്റ് ക്യാരക്ടറൈസ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റ് ക്യാപ്ചേഴ്സ് ദി സെന്റിമെന്റ് ഓഫ് സാക്രിഫൈസ് ഫോർ വൺസ് കൺട്രി. ഒരാളുടെ രാജ്യത്തോടുള്ള ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ആ ഒരു ഇതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേസിക്കലി ദി എറ്റേണൽ പ്രസൻസ് ഓഫ് ഇംഗ്ലണ്ട് ത്രൂ ഇറ്റ്സ് സോൾജേഴ്സ് സാക്രിഫൈസ്, അതാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ദി എംബഡിമെന്റ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ എ സോൾജർ ആണ് അദ്ദേഹം ബ്രീത്തിങ് ഇംഗ്ലീഷ് എയർ, എ ബോഡി ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിട്ട് ഡെത്തിനെ എന്താ പറയുക, ഡെത്തിനെ എക്സ്പ്രസ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? എ സെൻസ് ഓഫ് പാട്രിയോട്ടിക് ഡേ എന്നുള്ള രീതിയിലായിരുന്നു. അതായത് രാജ്യത്തോടുള്ള സ്നേഹത്തിനെ കുറിച്ചിട്ട് പറയാനായിട്ടൊരു ദിവസമുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഹോണർ ഫോർ ഡൈങ് ഫോർ വൺസ് കൺട്രി. ഇത്രയും കാര്യങ്ങളാണ് ദ സോൾജർ എന്ന് പറയുന്ന പോയം. ഓക്കെ, ബൈ.